ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഇപ്രകാരം ചേർത്തിട്ടുണ്ട്: ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ. മറ്റ് ഇതര സൃഷ്ടികളുടെ മധ്യേ ദൈവത്തിന്റെ സ്വരൂപമായി മാറേണ്ടുന്നവരാണ് മനുഷ്യർ. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനിലൂടെ ദൈവത്തിന്റെ സ്വരൂപം കാണുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ ഭാവവും ദൈവത്തിന്റെ സ്വരൂപവും നഷ്ടപ്പെട്ട വിധത്തിൽ വ്യക്തികളും സമൂഹങ്ങളും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. എങ്ങനെയാണ് ദൈവത്തിന്റെ ഭാവമുള്ളവരായി, ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി, ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നവരായി, പ്രതിഫലിപ്പിക്കുന്നവരായി നമുക്ക് മാറുവാനായിട്ട് കഴിയുന്നത്? ദൈവത്തിന്റെ സ്വഭാവമായിട്ട് നാം മനസ്സിലാക്കുന്ന നീതി, സമത്വം, വിശുദ്ധി എന്നിവയൊക്കെ മനുഷ്യരിലൂടെ പ്രകടമാകുന്നിടത്താണ് ദൈവത്തിന്റെ സ്വരൂപത്തെ, ദൈവത്തിന്റെ രൂപത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദൈവീക സ്വഭാവങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ടുന്നിടത്ത് സ്വാർത്ഥതയും അഴിമതികളും സ്വജന പക്ഷപാതവും നിറവാടുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സ്വരൂപം മങ്ങുകയാണ്. സൃഷ്ടികൾക്ക് ദൈവത്തിന്റെ സ്വരൂപം നമ്മിലൂടെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്വരൂപം വെളിപ്പെടുത്തേണ്ടുന്ന, ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തേണ്ടുന്ന ഇടങ്ങൾ ഇന്ന് സ്വാർത്ഥതയും അഴിമതിയും സ്വജന പക്ഷപാതവും അത്യാഗ്രഹവും കൊണ്ട് മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. ദക്ഷിണ ഇന്ത്യ സഭ ഇന്ന് ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വിഷയം വിരൂപമാക്കപ്പെട്ട, വികലമാക്കപ്പെട്ട സമൂഹങ്ങളിൽ ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ രൂപം, ദൈവത്തിന്റെ ഛായ പ്രതിഫലിപ്പിക്കുക എന്നതാണ്. ജാതീയമായ വേർതിരിവുകൾ സഭയ്ക്കുള്ളിൽ പോലും നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. സമ്പന്നർക്കും അധികാരമുള്ളവർക്കും ലഭ്യമാകുന്ന അംഗീകാരവും ബഹുമാനവും സ്ഥാനങ്ങളും പാവപ്പെട്ടവനും സാധാരണക്കാരനും ക്രൈസ്തവ ഗോളങ്ങളിൽ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. സ്ത്രീധന പീഡനങ്ങളും മരണങ്ങളും ക്രിസ്ത്യാനികൾക്കിടയിൽ പോലും വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ദരിദ്രർ പട്ടിണിയിൽ നിന്നും പട്ടിണിയിലേക്ക് കടന്നു പോകുമ്പോഴും പള്ളിമേടകളും പള്ളിക്കെട്ടിടങ്ങളും ഏറ്റവും ആഡംബരത്തോടെ പണിയപ്പെടുന്ന ഒരു കാലഘട്ടം. ഇത്തരം ഒരു കാലഘട്ടത്തിലാണ് വൈരൂപ്യമാക്കപ്പെട്ട, വികലമാക്കപ്പെട്ട സമൂഹങ്ങളിൽ ദൈവത്തിന്റെ സ്വരൂപം പുനർസ്ഥാപിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുന്നത്. വായിച്ചു കേട്ട വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ കുറിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി മീഖാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മീഖാ പ്രവചനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഒന്നാമത്തെ ചിന്ത, നീതിയും ന്യായവും നടപ്പിലാക്കപ്പെടുന്ന ഇടങ്ങളിൽ വൈരൂപ്യമാക്കപ്പെട്ട, വികലമാക്കപ്പെട്ട ദൈവീക സ്വരൂപം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നതാണ്. നീതിയും ന്യായവും നടപ്പിലാക്കപ്പെടുന്ന ഇടങ്ങളിൽ വിരൂപമാക്കപ്പെട്ട, വികലമാക്കപ്പെട്ട ദൈവത്തിന്റെ സ്വരൂപം പുനഃസ്ഥാപിക്കപ്പെടുന്നു. 8-ാം നൂറ്റാണ്ടിൽ പ്രവചനം നടത്തിയ വ്യക്തിയാണ് മീഖാ പ്രവാചകൻ. യോഥാം, ആഹാബ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ശമരിക്കും യെരുശലേമിനുമെതിരെ, ദൈവജനത്തിന്റെ തെറ്റായ ജീവിത വഴികൾക്കെതിരെ വളരെ ശക്തമായി ദൈവ ശബ്ദമായി മാറിയ വ്യക്തിയാണ് മീഖാ പ്രവാചകൻ. പ്രവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് കടന്നു പോകുന്ന ജനതയെ കുറിച്ചാണ്. മീഖാ പ്രവചനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളുടെ കിടക്കയിൽ പോലും നിങ്ങൾ നിരൂപിക്കുന്നത് തിന്മയാണ് എന്നാണ്. നീതികേട് നിങ്ങൾ കിടക്കയിൽ നിരൂപിക്കുകയും ഉണർന്നു കഴിഞ്ഞാൽ ആ തിന്മ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. സഹോദരനെ പീഡിപ്പിക്കുന്ന മനുഷ്യർ, അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതായ നേതൃത്വങ്ങൾ, നന്മയെ ദ്വേഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, പണം വാങ്ങി ന്യായപാലനം നടത്തുന്നവർ, കൂലി വാങ്ങി ഉപദേശിക്കുന്നവർ, എന്തിനേറെ പണം വാങ്ങി ലക്ഷണം പോലും പറയുന്ന ആത്മീക നേതൃത്വങ്ങൾ. ഇപ്രകാരം രാഷ്ട്രീയ നേതൃത്വങ്ങളായാലും ന്യായാധിപ നേതൃത്വങ്ങളായാലും ആത്മീക നേതൃത്വങ്ങളായാലും പുരോഹിതന്മാരും പ്രവാചകന്മാരും വരെ സ്വാർത്ഥതയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. ഈ സാഹചര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ ആരാണ്?
ഇന്നയോളം നിങ്ങളെ നടത്തിയ, നിങ്ങളെ കരുതിയ യഹോവയാകുന്ന ഞാൻ നിങ്ങൾക്ക് ആരാണ്? മിസ്രൈമിൽ നിങ്ങൾ പീഡനം അനുഭവിച്ചപ്പോൾ, നിങ്ങൾ ചൂഷണം നേരിട്ടപ്പോൾ, അന്യായം നിങ്ങൾക്ക് നേരിട്ടപ്പോൾ ഞാൻ നിങ്ങളെ അവിടെ നിന്ന് വിടുവിച്ച് ഈ ഇടത്ത് കൊണ്ടാക്കിയതാണ്. എന്നാൽ നിങ്ങൾക്ക് നേരിട്ട അതേ അന്യായങ്ങളും ചൂഷണങ്ങളും മറ്റു സമൂഹങ്ങളിൽ നിങ്ങൾ നിർവഹിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആരാണ്? മോവാബ് രാജാവ് നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് ഒരുങ്ങിയപ്പോൾ, ബിലെയാം പ്രവാചകൻ നിങ്ങളെ ശപിക്കുവാനായിട്ട് പുറപ്പെട്ടപ്പോൾ, ആ ഇടങ്ങളെല്ലാം നിങ്ങളെ കരുതിയ യഹോവയായ ഞാൻ നിങ്ങൾക്ക് ആരാണ്? തങ്ങളുടെ കുറവുകളെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ ആ കുറവുകളിൽ നിന്നുള്ളതായ പരിഹാരത്തെ കുറിച്ച് ജനം ചിന്തിപ്പാനായിട്ട് തുടങ്ങി. ദൈവത്തോട് അവർ ചോദിക്കുന്നത്, ദൈവമേ, ഞങ്ങൾ ഹോമയാഗം നടത്തിയാൽ ഞങ്ങൾ ചെയ്ത ഈ തെറ്റുകളിൽ നിന്നും ഞങ്ങൾക്ക് പാപക്ഷമ ലഭിക്കുമോ? 1000 ആട്ടിൻ കൊറ്റന്മാരെ നിനക്ക് വേണ്ടി യാഗമർപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. 10,000 തൈല നദികൾ യാഗമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. അതോ ഞങ്ങളുടെ ആദ്യജാതനെ നിനക്ക് വേണ്ടി നൽകണമോ? ഞങ്ങളുടെ ഉദരഫലത്തെ നിനക്ക് വേണ്ടി നൽകണമോ? എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്നും ഈ വീഴ്ചകളിൽ നിന്നും ഞങ്ങൾക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയുക? ദൈവം പ്രവാചകനിലൂടെ ജനത്തോട് പറയുന്നു. മീഖ പ്രവചനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം, മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മനുഷ്യ, നല്ലത് എന്ത് എന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ന്യായം പ്രവർത്തിക്കുക, ദയാ തൽപരനായിരിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുക. 3 കാര്യങ്ങൾ, വ്യത്യസ്തങ്ങളാകുന്ന 3 കാര്യങ്ങളല്ല, ദൈവത്തിന്റെ 3 ഭാവങ്ങളാണ് നമുക്ക് ഈ വചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയുക. ന്യായം പ്രവർത്തിക്കുമ്പോൾ, ദയാ തൽപരനായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നാം ആയിരിക്കുമ്പോൾ, നഷ്ടമായി പോയ ദൈവത്തിന്റെ സ്വരൂപം നമ്മിലേക്ക് മടങ്ങി വരികയാണ്. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ സ്വരൂപത്തെ നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുകയാണ്. 8-ാം നൂറ്റാണ്ട് രാഷ്ട്രീയ അഴിമതിയും സാമ്പത്തിക ചൂഷണങ്ങളും ആത്മീകമായ അധപതനവും സംഭവിച്ച ഒരു കാലഘട്ടത്തിൽ പ്രവാചകനിലൂടെ ദൈവം വളരെ ശക്തമായി ജനത്തിന്റെ മടങ്ങി വരവിന് വേണ്ടി സംസാരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, നീതിയും ന്യായവും നിഷേധിക്കപ്പെടുന്നിടങ്ങളിൽ ദൈവത്തിന്റെ സ്വരൂപം നഷ്ടമാകുന്നുണ്ട്. എവിടെയൊക്കെയാണോ നീതിയും ന്യായവും വെല്ലുവിളിക്കപ്പെടുന്നത്, ആ ഇടങ്ങളിൽ സമൂഹത്തിലൂടെ, വ്യക്തികളിലൂടെ ദൈവീകത കണ്ടെത്തുവാൻ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് കഴിയാതെ പോകുന്നു എന്നതാണ്. യാഗങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും വഴിപാടുകളിലൂടെയും ഈ ദൈവീക സ്വരൂപത്തെ മടക്കി വരുത്തുക സാധ്യമല്ല. ചൂഷണങ്ങൾ, പീഡനങ്ങൾ, അഴിമതികൾ, അക്രമങ്ങൾ എന്നിവ നിറഞ്ഞാടുന്ന ഇടങ്ങളിൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആരാധനകളും സ്തുതികളും സ്തോത്രങ്ങളും വഴിപാടുകളും മാത്രമല്ല, നീതിയും ന്യായവും നിർവഹിക്കപ്പെടുന്നതിന്റെ ഭാഗമായി നമുക്ക് മാറുവാൻ കഴിയുന്നുണ്ടോ എന്നതാണ്. ദൈവത്തിന്റെ സ്വരൂപത്തെ പുനർസ്ഥാപിക്കുവാൻ നീതിയും ന്യായവും നടപ്പിലാക്കപ്പെടണം. നീതിയില്ലാത്ത വിശ്വാസം വിരൂപമാണ്, വികലമാണ്. യഥാർത്ഥമായ ആരാധന എന്നത് നീതിയും ദയയും വിനയവും നിലനിൽക്കുന്ന ഇടങ്ങളിലാണ്. ദൈവത്തിന്റെ സ്വരൂപം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന്റെ ആദ്യ പടി എന്നത് നീതിയും ന്യായവും നടപ്പിലാക്കപ്പെടുക എന്നതാണ്. ഭാരതത്തിൽ നമ്മുടെ ചുറ്റുപാടും നാം ഒന്ന് കണ്ണോടിച്ചാൽ, ആത്മീക ഗോളങ്ങളിലായാലും സാമൂഹികമായ പശ്ചാത്തലങ്ങളിലായാലും പീഡനങ്ങളിലൂടെ നീതി നിഷേധിക്കപ്പെടുന്ന, അഴിമതികൾക്ക് ഇരയായി മാറുന്ന അനേകം ജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത്തരം ഇടങ്ങളിൽ കണ്ണടച്ച് നിശബ്ദരായി, ഇത് എന്റെ പ്രശ്നമല്ല എന്ന രീതിയിൽ നാം മാറുന്ന ഇടങ്ങളിൽ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ, അനീതി ചെയ്യുന്നവരുടെ, തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭാഗമായി നാമും മാറുന്നു എന്നതാണ്. നമ്മുടെ നിശബ്ദതകൾ നമ്മെ ചൂഷകന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. പ്രിയ സഭയെ, പ്രിയ ദൈവജനമേ, ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത് നീതിയും ന്യായവും നടപ്പിലാക്കപ്പെടുന്നവരുടെ ഭാഗമായി നാം മാറുക എന്നതാണ്. നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ, അഴിമതികൾ നിറമാടുന്ന ഇടങ്ങളിൽ, സാധാരണക്കാരൻ ചൂഷണം ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ, അനേകം സമൂഹങ്ങൾ വികലമാക്കപ്പെടുന്ന ഇടങ്ങളിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ, അനീതികൾക്കെതിരെ ശബ്ദം ഉയർത്തുവാൻ, ദൈവത്തിന്റെ താഴ്മയുടെ ഭാവം ധരിച്ചുകൊണ്ട് ദയയോടെ, കരുണയോടെ ജീവിതങ്ങളെ കാണുവാൻ കഴിയുന്ന ഇടങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ
ദൈവത്തിന്റെ സ്വഭാവത്തെ, ദൈവത്തിന്റെ സ്വരൂപത്തെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് കഴിയുക. ഒന്നാമതായി മീഖ പ്രവചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത്, നീതിയും ന്യായവും നടപ്പിലാക്കപ്പെടുന്ന ഇടങ്ങളിലാണ് ദൈവത്തിന്റെ സ്വരൂപം പുനർസ്ഥാപിക്കപ്പെടുന്നത്. രണ്ടാമതായി ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാമത്തെ അധ്യായം 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ സഭയോട് ഇപ്രകാരം പറയുന്നുണ്ട്: അസമത്വങ്ങളും വേർതിരിവുകളും അവസാനിക്കുന്നിടത്ത് നഷ്ടമായ ദൈവീക സ്വരൂപം പുനർസ്ഥാപിക്കപ്പെടുന്നു എന്നതാണ്. വികലമാക്കപ്പെട്ട അനേകം സമൂഹങ്ങളിൽ വികലമാക്കപ്പെടുന്നതിന് കാരണം അസമത്വങ്ങളും വേർതിരിവുകളും നിലനിൽക്കുന്നു എന്നതാണ്. അസമത്വങ്ങളും വേർതിരിവുകളും കൊണ്ട് വികലമാക്കപ്പെട്ട, വിരൂപമാക്കപ്പെട്ട അനേകം സമൂഹങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആ ഇടങ്ങളിൽ അസമത്വങ്ങളെ മാറ്റി, വേർതിരിവുകളെ മാറ്റി ഒന്നായി മാറുന്ന അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്വരൂപത്തെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. ഗലാത്യ സഭ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു സഭയാണ്. ക്രിസ്തുവിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചൊരു സഭയാണ്. യഹൂദന്മാരിൽ നിന്നും ക്രൈസ്തവരായവരും വിജാതീയരിൽ നിന്നും ക്രൈസ്തവരായവരും അടങ്ങുന്നതായ ഒരു സമൂഹം. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ യഹൂദന്മാരിൽ നിന്നും ഇന്നലകളിലെ പാരമ്പര്യങ്ങളും പേറി ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വന്നവർ വിജാതീയരിൽ നിന്നും ക്രൈസ്തവരായവരോട് പറയുവാൻ തുടങ്ങി, നിങ്ങൾക്ക് പൂർണ്ണമായ രക്ഷ നേടുവാൻ കഴിഞ്ഞിട്ടില്ല. സമ്പൂർണമായ രക്ഷ പ്രാപിക്കണമെങ്കിൽ ന്യായപ്രമാണത്തിലൂടെയുള്ള രക്ഷ പ്രാപിക്കണം. ന്യായപ്രമാണം മോശ നൽകിയതാണ്, അതുകൊണ്ട് തന്നെ ന്യായപ്രമാണം നിങ്ങൾ അനുസരിക്കണം. ന്യായപ്രമാണം അനുസരിക്കുക മാത്രമല്ല, പരിച്ഛേദന തുടങ്ങി ന്യായപ്രമാണം കൽപ്പിക്കുന്ന ഇന്നലകളിലെ ആചാരങ്ങൾ നിങ്ങളും ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ രക്ഷയിലേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയുന്നത്. ഇതിനെതിരെ വളരെ ശക്തമായി ജനതയോട് സംസാരിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, ക്രിസ്തുവിലൂടെ നിങ്ങളുടെ പഴയ മനുഷ്യനെ മരിപ്പിച്ച് പുതിയ മനുഷ്യനിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ക്രിസ്തു നിങ്ങളുടെ ശരീരങ്ങളിൽ ആവരണം ചെയ്യപ്പെടുകയാണ്. അവിടെ യഹൂദൻ യവനൻ എന്നുള്ള വേർതിരിവുകൾ അവിടെ അവസാനിക്കുകയാണ്. ദാസൻ സ്വതന്ത്രൻ എന്ന് പറയുന്ന വേർതിരിവുകൾ, ഏറ്റക്കുറച്ചിലുകൾ അവസാനിക്കുകയാണ്. ആണെന്നും പെണ്ണെന്നുമുള്ള അസമത്വങ്ങൾ അവസാനിക്കുകയാണ്. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായി തീരുന്ന അനുഭവമാണ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിലൂടെ, ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. പൗലോസ് സഭയോട് പറയുകയാണ്, ക്രൈസ്തവരായി നിങ്ങൾ യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ, മറ്റുള്ളവനെ അന്യനായി കാണുന്നത് മാറ്റി അവനും ദൈവത്തിന്റെ സ്വരൂപമുള്ളവനാണ് എന്ന ബോധ്യത്തോടെ ക്രിസ്തുവിൽ ഒന്നായി മാറുന്നു എന്നതാണ്. ആദിമസഭ സ്നാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ, സ്നാനം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന വ്യക്തി പഴയ വസ്ത്രങ്ങളൊക്കെ ഊരിമാറ്റി പുതിയൊരു വസ്ത്രം, വെണ്മയുള്ള പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പഴയ അഴുക്കു നിറഞ്ഞ പാപ ജീവിതങ്ങൾ ഉപേക്ഷിച്ച് താൻ പുതിയൊരു മനുഷ്യനായി മാറി എന്നതിന്റെ പുറമെയുള്ള അടയാളമാണ്. പൗലോസ് ഈ അടയാളത്തെ വളരെ ആത്മീയമായ ചില മർമ്മങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിച്ചു കളഞ്ഞിട്ട്, പഴയ വസ്ത്രങ്ങളെ നിങ്ങൾ മാറ്റിയിട്ട്, അഴുക്കു നിറഞ്ഞ നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിയിട്ട് നിങ്ങൾ പുതിയൊരു വസ്ത്രം ധരിക്കുകയാണ്, ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ വ്യക്തിത്വം പൂർണ്ണമായി മാറി, നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ മാറി, നിങ്ങൾ പുതിയൊരു മനുഷ്യനായി മാറുകയാണ്. അവിടെ പിന്നെ ഇന്നലകളിലെ വേർതിരിവിന്റെ, അസമത്വങ്ങളുടെ അനുഭവങ്ങളില്ല. യഹൂദനെന്നും യവനനെന്നുമുള്ള വേർതിരിവുകൾ അവിടെ അവസാനിക്കുകയാണ്. യജമാനെന്നും ദാസനെന്നുമുള്ള വേർതിരിവ് ദൈവത്തിന്റെ സ്ഥലത്ത് അവസാനിക്കുകയാണ്. ആൺ പെൺ എന്നുള്ള ലിംഗ വ്യത്യാസങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. ക്രിസ്തുവിൽ ഒന്നായി മാറുകയാണ്. പ്രിയ ദൈവജനമേ, എവിടെയാണ് നഷ്ടമായി പോയ ദൈവത്തിന്റെ സ്വരൂപം പുനർസ്ഥാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്? അസമത്വങ്ങളും വേർതിരിവുകളും അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ സ്വരൂപം നമ്മിലൂടെ പ്രതിഫലിക്കുകയാണ്. നാം ആയിരിക്കുന്ന സമൂഹം അസമത്വങ്ങളാൽ നിറയപ്പെട്ട സമൂഹമാണോ? ആരാധനകളിൽ, കൂട്ടായ്മകളിൽ, ആത്മീക ഗോളങ്ങളിൽ മനുഷ്യനെ ഒന്നായിട്ട് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എല്ലാവരെയും തുല്യമായി പരിഗണിപ്പാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ചില ഇടങ്ങളിലെങ്കിലും ചിലർക്കെങ്കിലും അധികമായ പരിഗണനകൾ നൽകുമ്പോൾ സാധാരണമായ പരിഗണനയും അംഗീകാരവും ബഹുമാനവും നൽകേണ്ടുന്നവർക്ക് അത് നിഷേധിക്കുകയും നാം ചെയ്യുന്നുണ്ട്.
ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും ഒക്കെ വേർതിരിവുകളിൽ മനുഷ്യനെ രണ്ടായി പലതായി കാണുന്ന ഇടങ്ങളിൽ ഒരിക്കലും ദൈവത്തിന്റെ സ്വരൂപത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. എല്ലാവരെയും തന്റെ മക്കളായി കണ്ട, തന്റെ ജനമായി കണ്ട ദൈവം, എല്ലാവർക്കും വേണ്ടി തന്റെ ജീവനെ നൽകിയതായ കർത്താവ് എല്ലാവരെയും തുല്യരായിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വരൂപം പേറുന്നവരാണ് എന്ന് അഭിമാനിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഈ അസമത്വങ്ങളും വേർതിരിവുകളും നിലനിർത്തുവാനായിട്ട് കഴിയുന്നത്? ഇന്ന് ഈ ഞായറാഴ്ച നാം ചിന്തിക്കുന്നത് ദളിത് ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവരെ കുറിച്ചാണ്. പലപ്പോഴും ദൈവത്തിന്റെ സൃഷ്ടിയായി ദൈവം എല്ലാവരെയും തുല്യമായിട്ട് സൃഷ്ടിച്ചിരിക്കുമ്പോഴും ചില പേരുകൾ പറഞ്ഞ് അവർ പാർക്കുന്ന ഇടങ്ങളുടെ വ്യത്യാസങ്ങളിൽ, അവർ ജനിച്ചു വീണ സമയങ്ങളുടെ വ്യത്യാസങ്ങളിൽ പലപ്പോഴും മനുഷ്യന് വേർതിരിച്ച് മാറ്റി നിർത്തപ്പെടുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപം പല സമൂഹങ്ങളിലും വികലമാക്കപ്പെടുകയാണ്, വിരൂപമാക്കപ്പെടുകയാണ്. ജാതീയമായ വേർതിരിവുകൾ ഏറെ നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് മിഷണറിമാരുടെ പ്രവർത്തന മുഖാന്തരമാണ് ജാതീയമായ വേർതിരിവുകളും അസമത്വങ്ങളും മാറി മനുഷ്യൻ ഒന്നായി മാറ്റപ്പെട്ടത്. അതിന് ഏറെ സഹായകരമായി മാറിയത് സഭകളാണ്, കൂട്ടായ്മകളാണ്, തിരുവത്താഴം തുടങ്ങുന്നതായ ആത്മീയമായ കൂദാശകളാണ്. വേർതിരിവുകളല്ലാതെ മനുഷ്യന് തുല്യമായ ഇടങ്ങളും സ്ഥാനങ്ങളും നൽകിയിരുന്നതായ സഭ. പക്ഷെ ഇന്ന് സഭയ്ക്കും സഭാ നേതൃത്വങ്ങൾക്ക് പോലും ഇന്ന് ഈ ഐക്യവും ഈ ഒത്തൊരുമയും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വരൂപം നമ്മുടെ ജീവിതങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്? അസമത്വങ്ങളും വേർതിരിവുകളും സമ്പൂർണമായി മാറുന്ന ഇടങ്ങളിൽ മാത്രമേ ദൈവത്തിന്റെ സ്വരൂപത്തെ പുനഃസ്ഥാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ മനുഷ്യനെ തുല്യനായിട്ട് കാണുവാൻ, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം എല്ലാവരും ഒന്നാണ് എന്ന ബോധ്യത്തോടെ, ക്രിസ്തുവിൽ ദൈവത്തിൽ നാം എല്ലാവരും ഒരേ സൃഷ്ടിയാണ് എന്ന ബോധ്യത്തോടെ തുല്യമായ പരിഗണനകൾ നൽകുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സ്വരൂപം നമ്മുടെ ജീവിതങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയും.